ഹലോ പ്രിയമുള്ളവരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഡിജിറ്റൽ ഡീടോക്സിനെ കുറിച്ചാണ്. ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡീടോക്സിഫിക്കേഷൻ, ശരീരത്തിൽ നിന്ന് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കും. അതേപോലെ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുമായിട്ടുള്ള ഡിജിറ്റൽ ടൂൾസുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പ് കുറച്ച് സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. അതിന് നമുക്ക് എന്തൊക്കെ ലൈഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ള 1-2 ടിപ്പുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി നമ്മുടെ ഡിജിറ്റൽ ഡിവൈസുകളിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പലർക്കും കഴിയാറില്ല. അവരെപ്പോഴും ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും, ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകനാണെങ്കിലും, അതിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവർ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അവർ ഡിസ്ട്രാക്റ്റഡായി പോകാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓഫാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി രണ്ടാമത്തെ നമ്മുടെ ഡൈനിങ് ടേബിൾ, അതുപോലെ തന്നെ നമ്മുടെ ബെഡ്റൂം, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഇല്ലാത്ത ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് ഫ്രീ ആയിട്ടുള്ള റൂമുകളും അതുപോലെ തന്നെ സ്ഥലങ്ങളുമാക്കി മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുമായിട്ടുള്ള ആ ഒരു എന്താ പറയുക, അടങ്ങാത്ത അഭിനിവേശം എന്നൊക്കെ പറയുന്നത്, ആ ഒരു കാര്യം കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യും, കഴിയും. അതുപോലെ തന്നെ നമ്മൾ ലൈഫിലെ ദിവസത്തിലെ കുറഞ്ഞ സമയമെങ്കിലും ഗാഡ്ജറ്റ്സ് ഫ്രീ ആയിട്ടുള്ള മണിക്കൂറുകളായിട്ട് സ്വയം നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ഗാഡ്ജറ്റ്സുമായിട്ടുള്ള അകലം നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ ആ അർത്ഥത്തിൽ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനെ വളരെ ഇൻറ്റൻഷനലി പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി, വളരെ ക്രിയേറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.